കസ്തൂരിമാൻമിഴി മലശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമലത്തേതു. അഷ്റഫായിട്ട് വന്നു കഴിഞ്ഞാൽ ചായക്കച്ചവടമില്ല, ജയൻ സാറായിട്ട് വന്നാലാണ് ചായക്കച്ചവടമുള്ളൂ. നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു ഒന്നൊന്നര ജയന. എന്താ ഇവിടെ ഒരു കൂട്ടം? അല്ല ഇതാരാ? ജയനല്ലേ? ചേട്ടാ കൊള്ളാലോ ഗെറ്റപ്പ്. ഇതെന്താ പൊളിച്ചല്ലോ. നമ്മുടെ തൃശ്ശൂർ കലോത്സവല്ലേ, അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ കലാകാരനായിരുന്നു ജയൻ സാറ്. അപ്പോൾ ഈ കുട്ടികളെ കാണാൻ വേണ്ടി കലോത്സവ വേദിയിലേക്ക് നമ്മുടെ കലോത്സവം അപ്പൊ ജയന്റെ പരിപാടി എന്താ? എന്താ പേരെന്താ? ഇന്ന് എൻ്റെ പേര് അഷ്റഫ് ജയൻ വടൂക്കര. നമ്മളിപ്പോൾ പായസക്കാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പായസക്കാപ്പി, പിന്നെ ബട്ടർ ബൻ. ഓ, ബട്ടർ ബണ്ണും പായസ കാപ്പിയും ആയിട്ടാണ് ജയൻ കലോത്സവ നഗരിയിൽ ഇപ്പൊ എത്തിയിരിക്കുന്നത്. എങ്ങനെയാ ജയൻ എങ്ങനെ ഫുൾ ടൈം ഈ ഗെറ്റപ്പിലാണോ? അതെ അതെ, ഈ അഷ്റഫായിട്ട് വന്നു കഴിഞ്ഞാൽ ചായക്കച്ചവടമില്ല, ജയൻ സാറായിട്ട് വന്നാലാണ് ചായക്കച്ചവടമുള്ളൂ. ഞാനിട്ടിരിക്കുന്നതൊക്കെ ജയൻ സാറിന്റെ ഷർട്ട് 5 കിട്ടിയിട്ടുണ്ട്. ജോസ് പ്രകാശിന്റെ മകൻ രാജൻ ജോസ് പ്രകാശ് എന്നാണ്. അത് മാത്രല്ല പൂച്ച, വണ്ടിയും സെറ്റപ്പ് ഒക്കെ നോക്കണോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇങ്ങനെ ഒരു വണ്ടി ചേട്ടന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ വണ്ടി ഇപ്പോ മാർക്കറ്റിംഗ് ആയത് ഞാൻ ഓടിപ്പിച്ചപ്പോഴാണ്. ജയൻ സാർ എന്ന് പറഞ്ഞ ഒരു മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ്. അത് ഒരിക്കലും ഈ ജനങ്ങൾ ജയൻ സാറിനെ ഒരിക്കലും മറക്കില്ല. ഒരാള് ചായക്ക് 10 രൂപയുള്ളൂ, 100 രൂപ. അപ്പൊ ഇത് ബാക്കി 90 ജയൻ സാറിനാ, അഷ്റഫിന് 10 രൂപയുള്ളൂ. ഈ ജയന്റെ ഡ്യൂപ്പിന്റെ ചായയുടെ പ്രത്യേകത എന്താ? അതായത് ചായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജയൻ സാറിന്റെ കാപ്പിയാണ് ജയൻ സാറിന് ഏറ്റവും ഇഷ്ടം. ജയൻ സാറിന് സുരേഷ് ഗോപിക്ക് കാപ്പിയാണ് ഇഷ്ടം. ഒരു ദിവസം സുരേഷ് ഗോപിക്ക് കാപ്പി കൊടുത്തപ്പോൾ 5000 രൂപയാണ് സുരേഷ് ഗോപി തന്നത് ഒരു കാപ്പിക്ക്. അപ്പോൾ അതുപോലെ ഇത് പായസക്കാപ്പിയാണ് ഇന്ന് വന്നിരിക്കുന്നത്, പായസക്കാപ്പി. ജയൻ ഇഷ്ടപ്പെട്ട കാപ്പി, ജയന്റെ ഒറിജിനൽ കോസ്റ്റ്യൂംസ്, ജയന്റെ ഗെറ്റപ്പില് ഒരു ജയൻ ആരാധകൻ. എവിടെയാ സ്ഥലമൊക്കെ? തൃശ്ശൂർ തന്നെയാണോ? വടൂക്കരയാണ്, SN നഗറിലാണ് സ്ഥലം. ഫുൾ ടൈം ഈ ഗെറ്റപ്പിൽ തന്നെയാണോ? ഈ ഗെറ്റപ്പിൽ തന്നെയാണ്. പിന്നെ കല്യാണ വേദിയിലേക്ക് പോകും, പിന്നെ ഉദ്ഘാടനത്തിന് പോകും. അവിടെ ഉദ്ഘാടനത്തിന് കടയുടെ ഫ്രണ്ടിൽ ജയൻ സാറിന്റെ കസ്തൂരിമാൻമിഴി മലശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമലത്തേതു. കലോത്സവം പ്രമാണിച്ചാണോ ഈ വേഷം, അതോ? കലോത്സവത്തിന്റെ മെയിൻ എംബ്ലൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓരോ ആഘോഷങ്ങൾക്കും ഓരോ ശൈലിയിലായിരിക്കും ജയൻ സാർ വരുന്നത്. അപ്പൊ ജയനെ കണ്ടിട്ട് അങ്ങനെ ചുമ്മാ പോകാൻ പറ്റത്തില്ലല്ലോ. ഒരു പാട്ട് കിട്ടി, എന്നാ ജയനെ എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു നല്ലൊരു ഡയലോഗും കൂടി ആയാലോ? ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടയുമില്ല താറാവുമില്ല. നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു ഒന്നൊന്നര ജയന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.